ഹലോ എവ്രി വൺ, ഞാനിപ്പോൾ വൊക്കാബ് സ്പീഡിയുടെ PYQസിൻ്റെ ബുക്സിൻ്റെ ഒരു സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു റിവ്യൂ പറയാനാണ്. ഞാനിപ്പോൾ കുറച്ച് ടൈമായി മേടിച്ചിട്ട്, അപ്പോൾ ഇതിൻ്റെ ഒരു ഓണസ്റ്റ് റിവ്യൂവും കൂടി ഷെയർ ചെയ്യാം. ആസ്പിറൻസിന് ചിലപ്പോൾ യൂസ്ഫുൾ ആവും. ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു PYQ സെറ്റ് അല്ലെങ്കിൽ നമുക്ക് MCQs ചെയ്യാൻ, ഇപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണെങ്കിൽ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സോഴ്സ് ഉണ്ടാകുമെന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ PSC സംബന്ധിച്ചിടത്തോളം ഞാൻ സെർച്ച് ചെയ്ത് വന്നപ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെറ്റ് നമുക്ക് ഒരുപാടെണ്ണം കിട്ടും. പക്ഷേ ഇതിന് എനിക്ക് വൊക്കാബ് സ്പീഡ് ഞാൻ ചൂസ് ചെയ്യാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഇതിൽ വോള്യൂംസ് വൈസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് വർഷങ്ങൾ വെച്ചിട്ട്. അതായത് 2021 തൊട്ട് 25 വരെ ഉള്ളതിൽ ആദ്യത്തെ വോള്യൂം 23 വരെ ചോദിച്ച് ചോദ്യങ്ങളെല്ലാം ഒരു ബുക്കിൽ. അത് കഴിഞ്ഞിട്ട് 2024 25 സെപ്പറേറ്റ് വോള്യൂംസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അടുത്ത വർഷമൊക്കെ മിക്കവാറും 2025 നടന്നത് 26 നടന്ന എല്ലാം കൂടെ ഈ വർഷം കഴിയുമ്പോൾ അവർ വീണ്ടും കൊളേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ്റെ ലെവൽ എങ്ങനെ മാറിയിട്ടുണ്ടെന്നൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് ഇവർ കൊടുത്തിരിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്കവിടെ കാണാൻ പറ്റും, ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഒരു സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ടോപ്പിക് വൈസ്. അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ച ശേഷം എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാം. അപ്പോൾ ഇത് ബേസിക്കലി ടോപ്പിക്സ് പഠിച്ച ഒരാൾക്ക് റിവിഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു ബുക്കാണ്. ഇതിൽ റിലേറ്റഡ് ഫാക്ട്സ്, കണക്റ്റഡ് ഫാക്ട്സ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ പഠിച്ച ഒരു കുട്ടിക്ക് ജസ്റ്റ് ഒരു റിവിഷന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു പുസ്തകമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ പഠിച്ചു യൂറോപ്യന്മാരുടെ ആഗമനം, അത് പഠിക്കുക. അപ്പോൾ കേരള ചരിത്രമുണ്ട്, എല്ലാ ടോപ്പിക്സും അവർ തന്നിട്ടുണ്ട്. ഇതിൽ മാത്സ് മാത്രമാണ് ഇല്ലാത്തത്, അതിൻ്റെ സൊല്യൂഷൻസും ഇല്ല. പക്ഷേ എന്നാൽ കൂടെ മാത്സ് ഒക്കെ നമുക്ക് ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. GK എനിക്ക് പൊതുവെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബുക്ക് പർച്ചേസ് ചെയ്തു. മലയാളം ഇംഗ്ലീഷും എല്ലാം തന്നെയാണ്. പിന്നെ ഇവർ കൊടുത്തിട്ടുള്ള ഒരു ഉപയോഗപ്രദമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പിന്നെ ഏതൊക്കെ എക്സാമിന് കോഡ് അവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഫസ്റ്റ് പേജിൽ അപ്പൻഡിക്സ് പോലെ. അപ്പോൾ നമുക്ക് ഏത് എക്സാമിനാണ് ഇപ്പോൾ ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഏതിനാണ് ചോദിച്ചതൊക്കെ നമുക്കൊന്ന് റെഫർ ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഇവർ ചെയ്തിരിക്കുന്നത് ഒരു പേജിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ആൻസർ അതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. പൊതുവേ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ ഫുള്ള് തീർന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ അല്ലെങ്കിൽ ബുക്കിൻ്റെ ലാസ്റ്റ് ആയിരിക്കും എല്ലാം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ അവിടെ തന്നെ നമുക്ക് നോക്കി പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ പഠിച്ച ശേഷം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നല്ലൊരു പുസ്തകം തന്നെയാണ്. ഞാനിപ്പം ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്കും ഈ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ബിഗിനറിന് എടുത്ത് വെച്ച് വായിക്കാനാണെങ്കിൽ എനിക്ക് അറിയില്ല എത്രത്തോളം യൂസ്ഫുൾ ആകുമെന്ന്. മേ ബി എക്സാമിന് തൊട്ട് മുന്നേ എല്ലാ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് പരിചയപ്പെട്ടിട്ട് പോകാനും ഹെൽപ്പ് ചെയ്യും. പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് പ്രാക്ടീസ് ചെയ്ത് നോക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ പറ്റുന്ന പോലെ നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇറ്റ് ഈസ് എ ഗുഡ് പ്രോഡക്റ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മാത്സ് ഇല്ല, പിന്നെ സൊല്യൂഷൻസ് ഇല്ല, കണക്റ്റഡ് ഫാക്ട്സ് ഇല്ല. പക്ഷേ എന്നാലും നമുക്ക് റെഫർ ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ലൊരു എല്ലാം കൂടെ ഒരിടത്ത് നമുക്ക് അവൈലബിൾ ആയി കിട്ടും. സോ ഇറ്റ് ഈസ് എ ഗുഡ് വൺ.